ലോകകപ്പ് ആവേശത്തിന്റെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലോകകപ്പിൽ അർജന്റീനയുടെ ഒരു പോരാട്ടം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ അർജന്റീന 3-2 എന്ന നമ്പറിലേക്ക് കേപ്പ് വെർദയെ വിറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അരുൺ PJ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അർജന്റീന ആരാധകരുടെ ഒരു ആവേശം, ഒരു മുൾമുനയിൽ നിന്നതിന് ശേഷം അർജന്റീന മുന്നോട്ടേക്ക് കുതിക്കുന്ന ഒരു ആവേശം തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിലും അതിൻ്റെ അലകൾ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അർജന്റീന ആരാധകർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. തീർച്ചയായും അർജന്റീനയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 3-2 എന്ന നമ്പറിലേക്ക് അർജന്റീന ഇങ്ങനെ കുതിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കളിയിലെ മറ്റൊരു പ്രത്യേകത 7 അരുൺ PJ കൂടി ചേരുകയാണ്. PJ അരുൺ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് കോഴിക്കോട് നിന്നും ആരാധകരിൽ നിന്നും ലഭിക്കുന്ന വിവരം? ആ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ പറ്റും. ആ നൃത്തം ചെയ്യുന്ന അർജന്റീന ഫാൻസ്, അവരോടൊപ്പം തന്നെ നമ്മളും നൃത്തം ചെയ്തു പോവുകയാണ്. അത്യന്തം രോമാഞ്ചജനകമായ ഒരു ഒഡീസിക്ക് കാലം കാത്തുവച്ചിരുന്നു. ഇന്ന് അർജന്റീന പുറത്താവുന്ന പ്രവചിച്ചവരവിടെ. ഇന്ന് അർജന്റീന പുറത്തായി. ഇന്ന് അർജന്റീനയ്ക്കുള്ള വിമാനം പിടിക്കുമെന്ന് കണ്ടവരവിടെ. ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നു, ഹൗ മെനി കിലോമീറ്റർ ഫ്രം മിയാമി ടു കേപ്പ് വെർദെ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഇന്നതാ ഇവിടെ അർജന്റീന ഫാൻസിന്റെ ആ ഒരു ആഹ്ലാദം. ഇന്നെങ്കിലും കളി എങ്ങനെ ഗംഭീര കളിയായിരുന്നു. ഇന്നൊരു ത്രില്ലർ അതന്നെയാണ്. പക്ഷെ ആ മന്ത് അയാളെ ആ പൗരസ്വാമിയിലൊക്കെ പോവാൻ പറയൂ. മെസ്സിനെ ഉള്ളൂ. അയാൾ ഒറ്റയ്ക്ക് മതി. അർജന്റീനയാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അർജന്റീന തന്നെ കപ്പ് കൊണ്ടുപോവുകയുള്ളൂ. വാമോസ് അർജന്റീന. ഈ പുലർച്ചെ 3:30 മുതൽ ഈ ഒരു 6 മണി കഴിയുന്ന ഈ ഒരു സമയം വരെ അർജന്റീനയുടെ വിജയത്തിന് വേണ്ടി കാത്തിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ കോഴിക്കോട് ജനങ്ങളിൽ. ഇവിടെ അർജന്റീനയുടെ കിട്ടില്ല. ഒരു 120 മിനിറ്റ് ടെൻഷൻ അടിച്ചെങ്കിലും പൊളിച്ചടുക്കി, ഒരു രക്ഷയില്ല. അടിപൊളി. അർജന്റീന തോക്കുന്നൊക്കെ പലരും ഇവിടെ പറഞ്ഞു നടപ്പുണ്ടായിരുന്നു. പലരും പറഞ്ഞു ബൊസീനക്ക് 10 കയ്യാന്നൊക്കെ. എന്ത് 10 കൈ? മെസ്സിന്റെ ഒറ്റ ഇടത് കാലം മതി. എന്ത് 10 കൈ? പോയി പണി. അതാണ്, ഒറ്റ ഇടംകാലം മതി. അത് മെസ്സിയുടെ അതൊരു ചെറിയ ടീമല്ല. ചെറിയ ടീമാണെന്ന് പറയുന്നവർക്ക് അത് ഓല അടിപൊളിയായിട്ട് കളിച്ച്. ഇത് അത്രയും എന്താ പറയാ, നമുക്ക് ആര് ജയിക്കും പ്രഡിക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ജയിക്കും നമുക്കറിയാം. അതും ഒരു കൃത്യമായ വിശകലനമാണ്. ശക്തരായ അർജന്റീനക്കെതിരെ കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം നടത്തിയ ചെറുത്തുനിൽപ്പ് അതെപ്പോഴും ഓർമ്മിക്കപ്പെടും. ആ ഒരു രാജ്യത്തിന്റെ ആ ഒരു മത്സരം അതെന്തായാലും ഓർമ്മിക്കപ്പെടും. വരുന്ന 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞു രാജ്യം, ആ രാജ്യത്ത് നിന്ന് ഒരു ചെറിയൊരു പട അർജന്റീന പോലെയുള്ള വൻശക്തിക്കെതിരെ ഇത്രയും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് അർജന്റീനയുടെ ഫാൻസ് ഇവിടെ കാഴ്ചവെക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും.